ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളും എക്കാലവും പറയുന്നൊരു കാര്യമുണ്ട്: എന്നെ കൊണ്ട് കഴിയാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവൻ ദൈവമാണ്. ഇന്ന് അങ്ങനെ ഒരു സന്ദേശമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ഭാരപ്പെട്ട വിഷയം യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അതിനകത്ത് ഒരു ശബ്ദമാണ് നിങ്ങളോട് പറയുന്നത്: ദൈവം ചെയ്തു തരും. എനിക്ക് വേണ്ടി ആരിത് ചെയ്തു തരും? എന്നെ ആര് സഹായിക്കും? എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സ് വേദനപ്പെടുന്ന ചിലരെ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്: ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു തരും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായി പരാതിയുടെ വലിയൊരു പുസ്തകവും പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സൗഖ്യം പ്രതീക്ഷിച്ച് ഒരു കുളത്തിന്റെ കരയിൽ കിടക്കുക. ആ കുളത്തിന്റെ സിസ്റ്റം, ദൂതൻ ഇറങ്ങുന്ന സമയത്ത് ഏത് രോഗി കുളത്തിലേക്ക് ആദ്യം ഇറങ്ങുന്നോ സൗഖ്യമാകും. കഴിഞ്ഞ 38 വർഷം പ്രതീക്ഷ കൈവിടാതെ ഇന്നല്ലെങ്കിൽ നാളെ സൗഖ്യമാകുമെന്നുള്ള ഉറപ്പോടും വിശ്വാസത്തോടും ആ കുളത്തിന്റെ കരയിൽ ഇരുന്നിട്ടും സൗഖ്യം പ്രാപിക്കാൻ കഴിയാത്ത ആ മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്റെ കാര്യം ആര് ചെയ്തു തരും? അവൻ ആ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്: എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഞാനിവിടെ നിന്നോണ്ടൊരു സന്ദേശം പറയട്ടെ: നിന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് നീ പറയുന്ന സ്ഥാനത്ത് നിന്നെ സഹായിക്കാൻ ദൈവമുണ്ടെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുക. എല്ലാവരും കുളത്തിൽ ഇറങ്ങി സൗഖ്യമായപ്പോൾ അതേ കുളത്തിന്റെ കരയിൽ വെച്ച് യേശു ഇവന് വേണ്ടി ഇറങ്ങി വന്ന് ഇവനെ സൗഖ്യമാക്കി ഇവന്റെ കാര്യം ചെയ്തു കൊടുത്തു എങ്കിൽ നിന്റെ കൺമുമ്പിൽ ഇന്നലകളിൽ നീ കണ്ട അത്ഭുതമല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഇന്നലകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പോലെ അല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. മനസ്സുകൊണ്ട് ഇന്ന് പകൽ ഈ വചനത്തോടൊന്ന് ചേർന്നിരുന്ന് പറയാമോ: എനിക്ക് വേണ്ടി എല്ലാം ദൈവം ചെയ്തു തരും. വേദപുസ്തകത്തിന്റെ വാക്യമുണ്ട്: ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു തരും. മറ്റൊരു ഭാഗത്തുണ്ട്: ദൈവമെല്ലാം നന്നായി ചെയ്തു തരും. നമുക്കൊന്നിച്ച് വിശ്വസിക്കാം. നിന്നെ ഏറെ ഭാരപ്പെടുത്തുന്ന വിഷയം, നിനക്കത് ചെയ്തു തരാൻ ആരുമില്ലെന്ന് നീ പറയുമ്പോൾ നമുക്കൊന്നിച്ച് പറയാം: അത് ചെയ്തു തരാൻ എനിക്ക് ദൈവമുണ്ട്. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് അത് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന് വചനത്തിൽ കൂടെ ഇടപെട്ടത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യകരങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തടത്ത് കർത്താവെ, അങ്ങയുടെ അദൃശ്യകരമൊന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിനക്ക് ആ കാര്യം ചെയ്തു തരും. ഗോഡ് ബ്ലെസ് യു.